നമസ്കാരം. നമ്മുടെ ജർമ്മനിയിലുള്ള യാത്ര തുടർന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മളിപ്പോൾ പശ്ചിമ ജർമ്മനിയിലാണുള്ളത്. പശ്ചിമ ജർമ്മനിയിൽ നിന്ന് തെക്ക് ഭാഗത്തേക്ക് ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. സോ ഇന്ന് നമ്മൾ മെയിനായിട്ട് പോകുന്ന സ്ഥലം എന്ന് പറയുന്നത് വളരെ ഫേമസ് ആയിട്ടുള്ള ബ്ലാക്ക് ഫോറസ്റ്റ് ആണ്. സോ ഇവിടെ കാഴ്ചകൾ എന്തൊക്കെ കാണാനുണ്ടെന്ന് അറിയില്ല, പോയി നോക്കിയാലേ അറിയുള്ളൂ. കൂടുതലായിട്ടും ഇതൊരു മനോഹരമായിട്ടുള്ളൊരു ഡ്രൈവാണ്. വളരെ മനോഹരമായിട്ട് വണ്ടി ഓടിച്ച് പോകാൻ പറ്റുന്നൊരു സ്ഥലമാണ് ബ്ലാക്ക് ഫോറസ്റ്റും അതിനോട് ചേർന്നുള്ള പരിസര പ്രദേശങ്ങളും. സോ നമുക്ക് എങ്ങനെയുണ്ട് ബ്ലാക്ക് ഫോറസ്റ്റും അതിനോട് ചേർന്നുള്ള സ്ഥലങ്ങളിൽ നമുക്ക് കണ്ടു നോക്കാം. അപ്പോൾ വെൽക്കം ടു വാണ്ടറിംഗ് മൈൻഡ്. നമ്മൾ ബ്ലാക്ക് ഫോറസ്റ്റിൻ്റെ ആ ഒരു ഡെസ്റ്റിനേഷനാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ ഇന്നത്തെ കാലാവസ്ഥ നമുക്ക് അനുകൂലമാണെന്ന് തോന്നുന്നില്ല. നല്ല മഴ, കാറും അത്യാവശ്യം നല്ല രീതിയിൽ മഴയും പെയ്യുന്നുണ്ട്. സോ നമുക്കിന്ന് എന്തോരം കാണാൻ പറ്റുമെന്നോ എന്തോരം വീഡിയോ ഷൂട്ട് ചെയ്യാൻ പറ്റുമെന്നോ അറിയില്ല. നമുക്ക് പറ്റുന്നത് ഷൂട്ട് ചെയ്ത് നിങ്ങളെ കാണിക്കാം. അപ്പോൾ നമ്മളിപ്പോൾ നിൽക്കുന്നത് ബ്ലാക്ക് ഫോറസ്റ്റിൻ്റെ ഉള്ളിലുള്ള ചെറിയൊരു വില്ലേജിലാണ്. ബാഡൻ. അത്യാവശ്യം വലിയൊരു വില്ലേജാണ്, ടൗൺ തന്നെയാണ് ബാഡൻ. സോ ബാഡനിൽ ഫേമസ് ആയിട്ടുള്ളൊരു ഫർണിക്കുലർ ഉണ്ട്. ഫർണിക്കുലർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേബിളിൽ വലിക്കപ്പെടുന്ന കേബിൾ ഡ്രിവൺ റെയിൽവേ കാറാണ് ഫർണിക്കുലേഴ്സ്. സോ ഇവിടെ മെർക്കൂർ ഫർണിക്കുലർ എന്ന് പറഞ്ഞിട്ട് ഫേമസ് ആയിട്ടുള്ളൊരു കേബിൾ കാർ ഉണ്ട്. സോ നമ്മൾ അതിൽ കയറാൻ പോവാണ്. അതിൽ കയറിയിട്ട് നമ്മൾ ഏകദേശം 370 മീറ്ററോളം പൊക്കത്തിലേക്ക് പോയിട്ട് അവിടുത്തെ വ്യൂ കാണാൻ വേണ്ടി പോവാണ്. സോ ഇതൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു ജേണി ആയിരിക്കും. ആ മുകളിൽ ചെന്ന് കഴിഞ്ഞാൽ എന്തോരം കാണാൻ പറ്റുമെന്ന് പറയാൻ പറ്റില്ല. കാരണം കാലാവസ്ഥ നമുക്ക് അനുകൂലമല്ല, മഴയാണ്. എന്താവും അവസ്ഥ എന്നറിയില്ല മുകളിൽ. പക്ഷേ എന്തായാലും നമുക്ക് മുകളിൽ കയറിയിട്ട് ഈ ഒരു ഫർണിക്കുലറിൻ്റെ ഒരു ജേണി എൻജോയ് ചെയ്യുക, അതാണ് മെയിനായിട്ടുള്ള ഉദ്ദേശം. ഇതേപോലത്തെ കേബിൾ കാറുകൾ, ഇതേപോലത്തെ കേബിൾ ഡ്രിവൺ റെയിൽവേസ് ഒരുപാടുണ്ട് ലോകത്തിൻ്റെ പല ഭാഗത്തായിട്ട്. സോ ഇവിടെ ഇത് ഫേമസ് ആയിട്ടുള്ള ഇതാണ്. സോ നിങ്ങൾക്കിപ്പോൾ പുറകിൽ കാണാൻ സാധിക്കും. ഇപ്പോൾ ആ കാറ് വന്നുകൊണ്ടിരിക്കുകയാണ് മുകളിൽ നിന്ന് താഴത്തേക്ക്. ഇനിയിപ്പോൾ നമ്മൾ അതിൽ കയറിയിട്ടാണ് മുകളിലേക്ക് പോകുന്നത്. സോ നമ്മളിപ്പോൾ ഫർണിക്കുലറിൽ കയറാൻ പോവാണ്. താഴെയും മുകളിലുമായിട്ട് സീറ്റുകളുണ്ട്. നമുക്ക് മുകളിലിരിക്കാം.
അപ്പോൾ നമ്മളങ്ങനെ ബാഡൻ ബാഡൻ്റെ ഫർണിക്കുലർ റെയിൽവേ എടുത്ത് മുകളിലെത്തിയിരിക്കുകയാണ്. ഇവിടെ കോടയൊക്കെ ഇറങ്ങി ഭയങ്കര മനോഹരമായിട്ടുള്ള ദൃശ്യങ്ങളാണ്, നല്ല ഭംഗിയാണ്. അതും ഒരുപാട് ഹൈക്കൊന്നും ചെയ്യാതെ വലിയ കഷ്ടപ്പെടാതെ മുകളിലെത്തി ഈ ഒരു വ്യൂ ആസ്വദിക്കാനുള്ള ഒരു ഫെസിലിറ്റി ഇവിടെ ഒരുക്കിയിട്ടുണ്ട് ആൾക്കാർ. അതല്ല, നിങ്ങൾക്ക് ഹൈക്ക് ചെയ്ത് മുകളിലേക്ക് ഇറങ്ങാൻ താല്പര്യമുണ്ടെങ്കിൽ ഹൈക്കിംഗ് ട്രെയിൽസും ഉണ്ട് ഇവിടെ ഒരുപാട്. സോ 2 തരത്തിലുള്ള ആൾക്കാർക്കും ഈ വ്യൂ ഒന്ന് ഇവിടെ എൻജോയ് ചെയ്യാം. ഇന്ന് കാണാം, കോട ഇറങ്ങുന്നത് കാണാം. അതിമനോഹരമായിട്ടുള്ളൊരു ദൃശ്യമാണ് ഇവിടെ, കോടയൊക്കെ ഇറങ്ങിയിട്ട്. ഇവിടെ ഒരു ടവർ ഉണ്ട്, നമ്മൾ ആ ടവർ ഒന്ന് കാണാൻ വേണ്ടി പോവാണ്. അതിന് മുകളിൽ കയറാൻ പറ്റുമെന്ന് അറിയില്ല, ജസ്റ്റ് പോയി നോക്കാം. അപ്പോൾ നമ്മൾ ഈ ടവറിൻ്റെ അടുത്തെത്തി. പക്ഷേ ടവർ അടച്ചിട്ടേക്കാണ് കൊറോണയുടെ പ്രശ്നം കാരണം. അത് കാരണം നമുക്ക് ടവറിൻ്റെ മുകളിൽ കയറാൻ പറ്റില്ല. പക്ഷേ എന്നാലും ഇവിടെ നിന്നുള്ള വ്യൂ തന്നെ വളരെ മനോഹരമാണ്. വ്യൂ ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഫുള്ള് കോട ഇറങ്ങി നമുക്കൊന്നും കാണാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് ആയിക്കൊണ്ടിരിക്കുകയാണ്. താഴത്തെ വ്യൂ ഒക്കെ, താഴത്തെ കെട്ടിടങ്ങളും താഴത്തെ ആ ഒരു വാലിയും ഒക്കെ. പക്ഷെ വന്ന് കാണേണ്ട ഒരു സ്ഥലം തന്നെയാണ്. ഈ പരിസരങ്ങളിലൂടെ യാത്ര ചെയ്യുന്ന ആൾക്കാർ എന്തായാലും വന്ന് കാണുക. ബാഡൻ ബാഡൻ എന്ന് പറഞ്ഞ സ്ഥലത്ത് അതിമനോഹരമായ കാഴ്ചകൾ. ഇവിടെ വന്നു കഴിഞ്ഞപ്പോഴാണ് കണ്ടത്, ഇവിടെ ഒരു പാരാഗ്ലൈഡിങ് സ്പോട്ട് കൂടിയാണ്. ഇവിടെ ഇപ്പോൾ കൊറോണയുടെ പ്രശ്നം കാരണമാണോ അറിയില്ല, ഇവിടെ ഒന്നും കാണുന്നില്ല പാരാഗ്ലൈഡിങ്ങിൻ്റെ. പക്ഷേ ഇവിടെ അതിൻ്റെ പിക്ചേഴ്സും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. സോ ഇവിടെ പാരാഗ്ലൈഡിങ് ആക്ടിവിറ്റീസ് നടക്കുന്നൊരു സ്ഥലമാണ് എന്തായാലും ബാഡൻ ബാഡനിൽ. ഇതൊക്കെയാണ് ബാഡൻ ബാഡനിലെ മനോഹരമായ വിശേഷങ്ങൾ. അപ്പോൾ നമ്മൾ തിരിച്ച് ഫർണിക്കുലർ വഴി താഴത്തേക്ക് ഇറങ്ങി പോവാണ്. അവിടെ ചെന്നിട്ട് നമുക്ക് അടുത്ത ഡെസ്റ്റിനേഷൻ നോക്കി പോകും. നമ്മൾ ബ്ലാക്ക് ഫോറസ്റ്റിലൂടെയുള്ള യാത്ര തുടരുകയാണ്. ഇതാണ് യഥാർത്ഥ ബ്ലാക്ക് ഫോറസ്റ്റ് ട്രെയിൽ എന്ന് പറയുന്നത്. ആഹാ, കോട ഇറങ്ങി മഞ്ഞു മൂടിയ അവസ്ഥ.
Do they have any restaurants here or? अभी सर करो मैं किस तरह चले जाऊँ Okay. हाँ अंदर है? अंदर है Open है अभी? सब कुछ मिलेगा हाँ, अच्छा है. हाँ बढ़िया So, कैसे? हिंदी? ठीक है You are there in India? हाँ Oh, great. मैंने शाहरुख खान के साथ भी मिला था थोड़ा सा शाहरुख खान के अच्छा है. साथ सलमान खान सलमान खान का भाई अच्छा है. हाँ Okay, okay then. Bye. അടിപൊളി സ്ഥലമാണ്. പക്ഷെ ഒന്നും കാണാൻ പാടില്ല, മുഴുവൻ കോടയാണ്. നിങ്ങൾക്ക് കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും ചുറ്റും അത്രയ്ക്ക് കോടയാണ്. പക്ഷെ കാറ്റും കോടയൊക്കെ ആയിട്ട് നല്ല രസമുണ്ട്, നല്ലൊരു തണുപ്പും. ആഹാ, ഞങ്ങൾ ഈ കാലാവസ്ഥയിൽ ഭക്ഷണം കഴിക്കാൻ പോവാണ്. ഇവിടെ വന്ന് കണ്ടു കഴിഞ്ഞപ്പോൾ പുറകിലൊരു കൊക്കയാന്ന് കരുതി. അടുത്ത് വന്നു കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത് കൊക്കയല്ല, ഇവിടെ ഒരു തടാകമാണ്. ഇവിടെ ബോട്ടിംഗ് ഒക്കെ ഉണ്ട്, തടാകമാണ്. കോട കാരണം ഒന്നും കാണാൻ പാടില്ല, ശരിക്കും ഒരു കൊക്ക ഫീലിംഗ് ആണ്. പക്ഷെ ഇവിടെ കൊക്കയല്ല, ഒരു തടാകമാണ്. മമ്മൽസി ലേക്ക് എന്നാണ് ഈ ലേക്കിൻ്റെ പേര്. ബോട്ടിൽ വെച്ചിട്ട് നല്ല രസമായിട്ട് വെച്ചിട്ടുണ്ട്. ഞങ്ങളിപ്പോൾ ബ്ലാക്ക് ഫോറസ്റ്റിന് നടുക്ക് ഉള്ളൊരു റെസ്റ്റോറൻറ്റിലെത്തി ഭക്ഷണം കഴിക്കാൻ. ബ്ലാക്ക് ഫോറസ്റ്റ് ഒറിജിനൽ കിട്ടുമെന്ന് അറിയാനുള്ള ശ്രമത്തിലാണ് വന്നത്. പക്ഷെ ഇവിടെ വന്നു കഴിഞ്ഞപ്പോഴാണ് ഒരുപാട് സാധനങ്ങളുണ്ട്. ബ്ലാക്ക് ഫോറസ്റ്റ് ബേക്കൺ, ബ്ലാക്ക് ഫോറസ്റ്റ് സോസേജ്, അങ്ങനെ ബ്ലാക്ക് ഫോറസ്റ്റിൽ ഫേമസ് ആയിട്ടുള്ള ഒരുപാട് സാധനങ്ങൾ. അപ്പം ഇന്നലെ ബ്ലാക്ക് ഫോറസ്റ്റിൽ നിന്ന് നമ്മൾ താഴത്തേക്ക് വന്നു. കനത്ത മഞ്ഞും കോടയൊക്കെ ആയിരുന്നു, അതുകൊണ്ടാണ് ഒരുപാട് വീഡിയോസ് ഒന്നും ഷൂട്ട് ചെയ്യാൻ പറ്റാതിരുന്നത്. ആ ഒരു കാലാവസ്ഥ നിങ്ങൾ ഇന്നലെ കണ്ടതാണല്ലോ, ഈ ഒരു വീഡിയോയിൽ നിങ്ങൾ കണ്ടുല്ലോ. സോ അപ്പോൾ അത് കാരണം ഈ വീഡിയോയുടെ കണ്ടിന്യൂഷൻ ആയിട്ട് തന്നെ ഇന്നത്തെ യാത്രയും ഉൾപ്പെടുത്താമെന്ന് കരുതി. കാരണം ഇന്ന് അവസാനത്തെ ദിവസമാണ് ഞങ്ങളുടെ ജർമ്മൻ ട്രിപ്പിൻ്റെ. അപ്പോൾ നമുക്ക് വൈകുന്നേരത്തിനുള്ളിൽ തിരിച്ച് സ്റ്റാർട്ട് ചെയ്ത സ്ഥലത്ത് തന്നെ തിരിച്ചെത്തണം, മ്യൂണിക്കിലേക്ക് തിരിച്ചെത്തേണ്ടതുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇന്ന് അധികം സ്ഥലങ്ങൾ കാണാൻ പറ്റില്ല. സോ നമുക്ക് ഇന്നലത്തെ വീഡിയോയുടെ കൂടെ തന്നെ ഇന്ന് കാണുന്ന കാഴ്ചകളും ഉൾപ്പെടുത്തി നമുക്ക് ഒറ്റ വീഡിയോ ആക്കിയിട്ട് നമുക്ക് ഈ ജർമ്മൻ സീരീസിൻ്റെ അവസാനിപ്പിക്കാം നമുക്ക്. സോ നമ്മൾ നമ്മുടെ ഫൈനൽ ഡെസ്റ്റിനേഷൻ ആയിട്ടുള്ള സൗത്ത് ബയേണിലുള്ള കോൺസ്റ്റൻസ് എന്ന് പറഞ്ഞ ചെറിയൊരു പട്ടണത്തിലാണ്. ഇവിടെ അതിമനോഹരമായിട്ടൊരു ലേക്ക് ഉണ്ട്. ഈ ലേക്കിൻ്റെ സൈഡിലുള്ളൊരു ചെറിയൊരു ടൗണാണ് കോൺസ്റ്റൻസ്. അപ്പോൾ ഈ കോൺസ്റ്റൻസ് എന്ന് പറയുന്നത് ജർമ്മനിയുടെ സദേൺ മോസ്റ്റിലായിട്ടുള്ള ഒരു ടൗണാണ്. ഇവിടെ നിന്ന് ഏകദേശം ഒരു 20 മിനിറ്റോളം ഡ്രൈവ് ചെയ്ത് കഴിഞ്ഞാൽ സ്വിറ്റ്സർലൻഡ് എത്തും. സോ സ്വിറ്റ്സർലൻഡ് ബോർഡറിൽ കിടക്കുന്ന ആൽപ്സ് പർവ്വതനിരകളുടെ താഴത്ത് കിടക്കുന്ന ഒരു മനോഹരമായിട്ടുള്ള ലേക്കാണ് കോൺസ്റ്റൻസ് ലേക്ക്. സോ നമുക്ക് നമ്മുടെ അവസാനത്തെ ലൊക്കേഷനാണ് ഇന്നത്തെ കാഴ്ചകൾ. നമുക്ക് കോൺസ്റ്റൻസ് ലേക്കിലെ ഈ ഒരു ദൃശ്യങ്ങളാണ് നമ്മൾ കാണാൻ പോകുന്നത്. ഇതാണ് കോൺസ്റ്റൻസ് റെയിൽവേ സ്റ്റേഷൻ. കോൺസ്റ്റൻസ് ടൗണിൽ നിന്ന് ഈ കോൺസ്റ്റൻസ് ലേക്കിൻ്റെ പല ഭാഗത്തുള്ള ടൗണുകളിലേക്ക് ഇതേപോലുള്ള ഫെറി സർവീസുകളുണ്ട്.
സോ ഇവിടെ നിങ്ങൾക്ക് കാണാം ഒരുപാട് പ്ലാറ്റ്ഫോമുകൾ, നമ്പർ എഴുതി വെച്ച് കാണാം 7, 6 എന്നൊക്കെ പറഞ്ഞു. സോ ഓരോ ടൈമിലും ഓരോ പ്ലാറ്റ്ഫോമിൽ നിന്ന് ഫെറി സർവീസുകളുണ്ട്, ബോട്ട് സർവീസുകളുണ്ട്. ഈ കോൺസ്റ്റൻസ് അത്യാവശ്യം വലിയൊരു ലേക്കാണ്. സോ ആ ലേക്കിൻ്റെ പല ഭാഗത്തുള്ള ടൗണുകളിലേക്കാണ് ഇത്തരം ഫെറി സർവീസുകളുള്ളത്. കറങ്ങുന്ന പ്രതിമ 3.42 മീറ്റർ. ഇവിടെ ആളുകൾ നിറച്ചും ലോക്ക് കൂട്ടിയിട്ട് കാണാം. എൻ്റെ ഈ പുറകിൽ കിടക്കുന്ന ബോട്ട് വളരെ സ്പെഷ്യലായിട്ടൊരു ബോട്ടാണ്. ഇത് ആണ് യൂറോപ്പിലെ തന്നെ ഏറ്റവും ആദ്യത്തെ ഒരു ഫെറി ബോട്ട് എന്ന് പറയുന്നത്. യൂറോപ്പിലെ ലേക്കുകളിൽ ഓടിത്തുടങ്ങിയ ഫെറി ബോട്ടുകളിൽ ആദ്യത്തെ ഫെറി ബോട്ടായിരുന്നു ഈ പുറകിൽ കിടക്കുന്ന കോൺസ്റ്റൻസ് എന്ന് പറയുന്ന ഈ ഫെറി ബോട്ട്. ഇത് 1ാം ലോക മഹായുദ്ധ കാലത്ത് ബോർഡേഴ്സ് ക്ലോസ് ചെയ്ത് കഴിഞ്ഞപ്പോൾ യാത്ര ചെയ്യാനായിട്ട്, ബോർഡർ ക്രോസ് ചെയ്ത് യാത്ര ചെയ്യാനായിട്ട് സൗകര്യമില്ലാതെ ആയതുകൊണ്ട് ഇവിടുത്തെ സിറ്റി കൗൺസിൽ ഡിസൈഡ് ചെയ്തിട്ട് ഒരു ഫെറി ലൈൻ സ്റ്റാർട്ട് ചെയ്യാൻ തീരുമാനിക്കുകയായിരുന്നു. അങ്ങനെ 1930 പണി കഴിപ്പിച്ച് ആദ്യമായി ഫെറി സർവീസ് തുടങ്ങിയ ബോട്ടാണ് ഈ പുറകിൽ കാണുന്ന ലേക്ക് കോൺസ്റ്റൻസ്. അതിനുശേഷം ഇത് ഭയങ്കര ഹിറ്റാവുകയും ഒരുപാട് ലേക്കുകളിൽ, യൂറോപ്പിലെ ഒരുപാട് ലേക്കുകളിൽ ഇതേപോലെ ഫെറി സർവീസുകൾ ആരംഭിക്കുകയും ചെയ്തു. പിന്നീട് 1963 ഈ ബോട്ടിൻ്റെ പ്രവർത്തനം അവർ നിർത്തിവെക്കുകയും ചെയ്തു. പിന്നീട് 1993 ഇത് റീസ്റ്റോർ ചെയ്തെടുക്കാൻ അവർ തീരുമാനിച്ചു. രണ്ടാമത് പുനർനിർമ്മിച്ച് പുതിയൊരു ബോട്ടാക്കി എടുക്കാൻ ഇവർ തീരുമാനിക്കുകയായിരുന്നു. അങ്ങനെ പുനർനിർമ്മിച്ച് വീണ്ടും ഇത് ഫെറി ആയിട്ട് ഓടിച്ചു തുടങ്ങി. സോ ആ ഒരു ബോട്ടാണ് നിങ്ങളുടെ ഈ പുറകെ കിടക്കുന്ന ലേക്ക് കോൺസ്റ്റൻസ് ഫെറി. 1993 ആരംഭിച്ച റിസ്റ്റോറേഷൻ പ്രോസസ്സ് ഏകദേശം 70,000 വർക്കിംഗ് അവേഴ്സ് എടുത്താണ് ഇത് പൂർത്തിയാക്കിയത്. പൂർണ്ണമായും ഡൊണേഷൻസ് സ്വീകരിച്ചുകൊണ്ടായിരുന്നു ഇതിൻ്റെ റിസ്റ്റോറേഷൻ വർക്ക് നടന്നത്. അങ്ങനെ ഇത് റിസ്റ്റോർ ചെയ്ത് 2011 ഇത് വീണ്ടും സർവീസ് ആരംഭിക്കുകയാണ് ചെയ്തത്. ഇപ്പോൾ ഇത് സന്ദർശകർക്ക് കാണുവാനായിട്ട് ഈ ഹാർബറിൽ ഇങ്ങനെ വച്ചേക്കുവാണ്. ഇതാണ് ഞാൻ പറഞ്ഞത് എംബറേഴ്സ് ഫൗണ്ടൻ. ഇതോ
അപ്പോൾ നമ്മളിപ്പോൾ നിൽക്കുന്നത് ഈ കോൺസ്റ്റൻസ് എന്ന് പറഞ്ഞ ടൗണിലെ ഏറ്റവും പ്രധാനപ്പെട്ട അട്രാക്ഷനിലാണ്. ഒരു ചെറിയൊരു ഐലൻഡാണ്, അതിൻ്റെ പേര് ഇൻസൽ മെയിനു എന്നാണ്. എനിക്കിവിടെ കാണാം ഈ മാപ്പ്, ഈ ഐലൻഡിൻ്റെ മാപ്പാണ്. ഏകദേശം 45 ഏക്കർ ഉള്ള ഒരു ഐലൻഡാണിത്. ഒരു ദിവസം വേണമെന്നാണ് പറഞ്ഞത് കൃത്യമായിട്ട് വൃത്തിയായിട്ട് ഇത് കാണാനായിട്ട്. ഇതിൻ്റെ അകത്ത് ഒരുപാടുണ്ട്, പൂക്കളുടെ പാടങ്ങളുണ്ട്, അതുപോലെ തന്നെ ഒരു കൊട്ടാരമുണ്ട്, ബട്ടർഫ്ലൈസിനെ സൂക്ഷിച്ചിരിക്കുന്ന സ്ഥലമുണ്ട്. അങ്ങനെ ഇതിൻ്റെ അകത്ത് കാണാനായിട്ട് ഒരുപാടുണ്ട്. പക്ഷെ നമുക്കിപ്പോൾ സമയമില്ലാത്തതുകൊണ്ട് നമ്മുടെ തിരിച്ച് പോകേണ്ട ടൈമായി. ഇത് കാണാൻ കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ സമയം മുഴുവൻ പോകും. സോ അതുകൊണ്ട് തന്നെ നമ്മൾ അടുത്ത തവണ ജർമ്മനിക്ക് വരുമ്പോൾ എന്തായാലും ഇൻസൽ മെയിനു വരും. ഇൻസൽ മെയിനു വന്ന് കാണുന്നതാണ്. അപ്പോൾ നിങ്ങൾ ഈ ഒരു സൈഡിലേക്ക് വരുന്നവർക്ക്, സമയമുള്ളവർക്ക് ഒരു ഹാഫ് ഡേ ടു 1 ഡേ സ്പെൻഡ് ചെയ്യാൻ പറ്റിയൊരു സ്ഥലമാണ് ഇൻസൽ മെയിനു. After 300 meters, take the ferry. Take the ferry. അപ്പോൾ നമ്മൾ കോൺസ്റ്റൻസിൽ നിന്ന് തിരിച്ച് പോവുകയാണ് ഫെറി എടുത്തുകൊണ്ട്. നമ്മളപ്പോൾ കോൺസ്റ്റൻസിൽ നിന്ന് തിരിച്ച് മ്യൂണിക്കിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ കോൺസ്റ്റൻസ് കണ്ടു കഴിഞ്ഞു. നമ്മളിപ്പോൾ ഫെറിയിൽ കയറിയിട്ട് ഒരു ഫെറി റൈഡ്, കോൺസ്റ്റൻസ് ലേക്കിൽ കൂടെ ഒരു ചെറിയ ഫെറി റൈഡ് നടത്തി നമ്മൾ അപ്പുറത്തേക്ക് എത്തിയിട്ടാണ് നമ്മൾ മ്യൂണിക്കിലേക്ക് തിരിച്ചു പോകുന്നത്. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും നമ്മളിപ്പോൾ ഫെറിയിലാണ്. നമ്മൾ ഓൾറെഡി ഫെറി പുറപ്പെട്ടു. അത്യാവശ്യം നല്ല സ്പീഡിലാണ് പോകുന്നത്. കുറച്ച് മഴ പെയ്യുന്നുണ്ട്, അത് കാരണം ഒരുപാട് നിങ്ങളെ ക്ലിയർ അല്ല. അതുപോലെ തന്നെ മാസ്ക് ഇവിടെ കമ്പൽസറിയാണ്. അതെന്തായാലും നമുക്ക് മുകളിൽ കയറി കാണാം. ഈ കാണുന്നതാണ് കോൺസ്റ്റൻസ് ലേക്കിലൂടെയുള്ള ഫെറി റൈഡ്. സോ കാറ് നമുക്ക് ഇതിനകത്ത് പാർക്ക് ചെയ്ത് നമുക്ക് മുകളിൽ കയറി കാഴ്ചകളൊക്കെ കാണാം. സോ നിങ്ങൾക്ക് ഇവിടെ ഇരിക്കാനുള്ള സൗകര്യങ്ങളുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾക്ക് റിഫ്രഷ്മെൻറ്റ്സ് വേണമെങ്കിൽ റിഫ്രഷ്മെൻറ്റ്സിൽ അവൈലബിൾ ആണ്, കാശ് കൊടുത്ത് മേടിക്കണം. ഒരു ചെറിയൊരു റെസ്റ്റോറൻറ്റ് മോഡലുണ്ട്, ഒരു ATM മെഷീൻ ഉണ്ട്. സോ നിങ്ങൾക്ക് ഒരുവിധപ്പെട്ട എല്ലാം തന്നെ ഇവിടെ അവൈലബിൾ ആണ്. സോ ഫോർ എ പ്രൈസ്. ആഹാ, കോൺസ്റ്റന്റ് ലേക്കിലുള്ള എങ്ങനെയുണ്ട് കോൺസ്റ്റൻസ് ലേക്കിലുള്ള? ഏഴ് ദിവസത്തെ റോഡ് ട്രിപ്പിനെ കുറിച്ചിട്ട് നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന അബി, ജിജോ അവരുടെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യുന്നതാണ്. പറഞ്ഞോ ജിജോ. ജിജോ വളരെ മനോഹരമായ എക്സ്പീരിയൻസ്. എന്തെങ്കിലും വേറെ എന്തെങ്കിലും പറ. ജർമ്മനിയുടെ പല ഭാഗങ്ങളിൽ പോകാൻ പറ്റി. എങ്ങനെയുണ്ടായിരുന്നു എന്നിട്ട് പോയിട്ട്? മൊത്തത്തിലൊരു പുതിയ അനുഭവമായിരുന്നു. ഇത്രയും ദിവസം ഒരുമിച്ചുള്ള ട്രിപ്പ് പോയിട്ടുണ്ടായിരുന്നു? ഇല്ല, ഇതുവരെ പോയിട്ടില്ല. ആദ്യമായിട്ടാണല്ലേ? 7 ദിവസമായിട്ടാണ് 7 ദിവസത്തെ ട്രിപ്പ് പോകുന്നത്. ഓക്കെ. നമ്മൾ വനം കാണാൻ പോയി, മലകളിൽ പോയി. ജർമ്മനിയുടെ വിധപ്പെട്ട എല്ലാ തടാകത്തിനകത്ത് അടിച്ചു പോയിട്ടുള്ളൂ. എല്ലാ ടെറൈനിലൂടെയും സഞ്ചരിച്ചു. നീലാകാശം, പച്ചക്കടൽ. ഓക്കെ. അബി, നമ്മൾ 3 കണ്ടിരിക്കുകയാണ്. നീലാകാശം കണ്ടു, പച്ചക്കടൽ കണ്ടു, ചുവന്ന ഭൂമി ഇടയ്ക്കിടയ്ക്ക് കണ്ടു. അപ്പോൾ നമ്മുടെ ഒരു വൻ വിജയമാക്കി തീർന്ന അല്ലിയേട്ടനും ശ്രീജേട്ടനും ജോയിക്കും എൻ്റെ പേരിൽ ഞാൻ നന്ദി അറിയിക്കും. നമ്മുടെ ട്രിപ്പ് നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് മ്യൂണിക്കിൽ നിന്നാണ്. അതായത്
ജർമ്മനിയുടെ തെക്ക് ഭാഗത്ത് നിന്ന്. അവിടെ നിന്ന് നമ്മൾ മുകളിലോട്ട് റൈഡ് ചെയ്ത് നെറംബർഗ്, ബാംബർഗ് വഴി നമ്മൾ ഈസ്റ്റിലേക്ക് കയറി. ജർമ്മനിയുടെ ഈസ്റ്റേൺ സിറ്റിയായ ഡ്രസ്ഡൻ, അതിനെ ചുറ്റിപ്പറ്റിയുള്ള കുറച്ച് സ്ഥലങ്ങൾ നമ്മൾ കണ്ടു. അതിനുശേഷം നമ്മൾ നേരെ ജർമ്മനിയുടെ വടക്ക് ഭാഗത്തേക്കാണ് പോയത്. വടക്ക് ഭാഗത്ത് ഹാംബർഗ്, അതുപോലെ തന്നെ ജർമ്മനിയുടെ വടക്ക് മോസ്റ്റ് പോയിന്റ് ആയിട്ടുള്ള കീൽ എന്ന് പറയുന്ന ടൗണ്, അവിടെയൊക്കെ നമ്മൾ പോയി. അവിടെ നമ്മൾ നേരെ പടിഞ്ഞാട്ടിറങ്ങി. പടിഞ്ഞാറൻ ജർമ്മനിയുടെ ഭംഗിയുള്ള കേന്ദ്രങ്ങളായിട്ടുള്ള മോസൽ വാലി, അതുപോലെ തന്നെ റൈൻ വാലി, അതെല്ലാം നമ്മൾ കവർ ചെയ്ത് നമ്മൾ നേരെ തിരിച്ച് തെക്കോട്ട് വന്ന് തെക്ക് വശത്തുള്ള അതിസുന്ദരമായിട്ടുള്ളൊരു കോൺസ്റ്റൻസ് എന്ന് പറയുന്ന ചെറിയ ടൗൺ കണ്ട് നമ്മൾ തിരിച്ചിനി മ്യൂണിക്കിലേക്ക് പോവുകയാണ്. സോ ഇതൊരു റൗണ്ട് ട്രിപ്പായിരുന്നു. ജർമ്മനി മൊത്തമായിട്ടൊരു റൗണ്ടായിട്ടുള്ളൊരു റോഡ് ട്രിപ്പായിരുന്നു 7 ദിവസത്തെ ഈ റോഡ് ട്രിപ്പ്. നമ്മൾ പരമാവധി സിറ്റികൾ ഒഴിവാക്കി കൺട്രി സൈഡ്, അതുപോലെ തന്നെ ഭംഗിയുള്ള ലാൻഡ്സ്കേപ്പുകൾ അന്വേഷിച്ചായിരുന്നു ഈ റോഡ് ട്രിപ്പ്. കൊറോണ ആയതിനാൽ നമ്മൾ മാക്സിമം സിറ്റികൾ ഒഴിവാക്കി. ചെറിയ ചെറിയ സിറ്റികളിൽ നമ്മൾ പോയി, എങ്കിലും മാക്സിമം നമ്മൾ സിറ്റികൾ ഒഴിവാക്കിയിട്ടുള്ള യാത്രയായിരുന്നു. അപ്പോൾ ഈ ഒരു സീരീസ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ കരുതുന്നു. നിങ്ങളുടെ ഈ സീരീസിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ, അതുപോലെ തന്നെ നിങ്ങൾക്ക് ഭാവിയിൽ ജർമ്മനിയിൽ ഇതിനേക്കാൾ മനോഹരമായിട്ട് കാണാനുള്ള ഏതെങ്കിലുമൊക്കെ സ്ഥലങ്ങളുണ്ടെങ്കിൽ അത് സജസ്റ്റ് ചെയ്യുക ഞങ്ങൾക്ക്. അതുപോലെ തന്നെ ഈ സീരീസ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും എന്ന് വിശ്വസിക്കുന്നു. സോ ഈ സീരീസും ഈ വീഡിയോയും നിങ്ങൾ മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഷെയർ ചെയ്യുക. ജർമ്മനിയിലേക്ക് ട്രിപ്പ് വരാൻ താല്പര്യമുള്ളവർക്ക് ഈ സീരീസ് ഒരു ഉപകാരം ഉള്ളൊരു സീരീസ് ആയിരിക്കുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. സോ ഈ സീരീസ് നിങ്ങൾ മാക്സിമം ഷെയർ ചെയ്യുക. ഈ സീരീസിനെ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. ഈ ഒരു വീഡിയോ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സോ ഇതുപോലുള്ള ഒട്ടനവധി സീരീസുകളും ഒട്ടനവധി യാത്രകളുമായിട്ട് ഞങ്ങൾ പിന്നെയും വരുന്നതാണ്. സോ ഈ ഒരു ജർമ്മൻ സീരീസിൽ നിന്ന് സൈനിങ് ഓഫ്. എൻ്റെ പേര് അനിൽ. നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന ചാനൽ വാണ്ടറിങ് മൈഗ്രൻസ്. സോ അടുത്തൊരു പുതിയൊരു വീഡിയോയുമായിട്ട് അടുത്ത ആഴ്ച കാണാം. ബൈ. സമയം വെളുപ്പിന് 3 മണി. 3 ആയിട്ടില്ല, 2:45.